എന്നെ കടിച്ച് കീറാൻ നിന്ന് അഖിൽ മാരാർ പോസ്റ്റ് ഇട്ടു. എന്താണ്? നിഷാൻ്റെ വണ്ടി അടിച്ച് പൊട്ടിച്ച് ആരായിരുന്നാലും അവനെ കണ്ടുപിടിക്കേണ്ട എൻ്റെ കൂടെ ആവശ്യമാണല്ലോ, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി എൻ്റെ തലയിൽ വരും എന്നുള്ളതായിരിക്കാം അഖിൽ മാരാറിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്ന അഖിൽ മാരാർ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ശേഷം ഷാജഹാൻ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയെ രംഗപ്രവേശനം ചെയ്യുന്നു. ഈ ഷാജഹാൻ എന്ന് പറയുന്ന വേട്ടാവളിയൻ മലപ്പുറത്തുള്ളവൻ. ഈ മലപ്പുറത്തുള്ളവൻ രംഗപ്രവേശനം ചെയ്തിട്ട് പറയുന്നു, യവൻ്റെ വണ്ടി അടിച്ചു പൊട്ടിച്ചത് ആരായിരുന്നാലും അവനെ ഞാൻ വിടൂല, ഓനെ ഞാൻ തൂക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പറയുന്നു. ഈ ചെക്കൻ ആരടിച്ചത് ആരടിച്ചോട്ടെ, ഓന്റെ പണ്ട ഞങ്ങൾ പുറത്തു കൊടുക്കും, ആരായിക്കോട്ടെ. പാരലൽ വേർഡി നടക്കുന്നതാണ്. അങ്ങനെ പറയുന്നു. അതിൻ്റെ താഴെ ഇവന്മാരുടെ മറ്റേ ടീമുകൾ വന്ന് ആഹ്വാനം ചെയ്യുന്നു, പലരും ഗോഗ്വാ വിളികളുമായിട്ട് രംഗത്തെത്തുന്നു, പല ആൾക്കാർ തെറിവിളിയും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിഷേകങ്ങളുമായിട്ട് രംഗത്തെത്തുന്നു. ഇതിൻ്റെ ഇടയിൽ നിന്ന് കണ്ടൻറ്റ് വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പല ഏജൻറ്റുമാരും ഇങ്ങനെ കണ്ണും പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഇത് വലിയൊരു വിഷയമായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം SDP അടക്കമുള്ളവർ രംഗത്തിറങ്ങുമെന്ന് പറയുന്നു. ഇസ്രായേലിനെ എതിർത്ത് ഫലസ്തീനിലെ കൊച്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നതിനെതിരെ പറഞ്ഞ ഒരു വ്യക്തിയുടെ വണ്ടിയാണ് അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവന് പിന്തുണ കൊടുക്കണം. ഈ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അഖിൽ മാരാറെ തകർക്കണം. എന്നാൽ നീ പോലീസിന് ഒരു പരാതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ജന്മം ചെയ്താൽ പോലീസിന് പരാതി കൊടുക്കില്ലെന്നാണ് ഇവൻ പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതിൻ്റെ കാര്യം ഇവൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ലീക്കായി അതിലൂടെ പുറത്തു വന്നു. ഇവൻ പറയുന്നത് ഇത് ഞങ്ങൾ സെറ്റിട്ടതാണ്, ഈ സാധനം സെറ്റിട്ട് ചെയ്തത് എന്തിനാണ്? തൊപ്പി എന്ന് പറയുന്ന ഒരു ഗെയിമർ ഉണ്ടല്ലോ ഇവിടെ. ഇപ്പോൾ എല്ലാവരും തൊപ്പിയുടെ പുറകെ കിടന്നു. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത്തിരി പോലെ റീച്ച് ഉണ്ടെങ്കിൽ അവൻ്റെ മൂട്ടി പോയി കയറിക്കോളൂ എല്ലാവരും കൂടെ. കാരണം അവൻ്റെ റീച്ചിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചൊല്ലാൻ പറ്റുമല്ലോ. ഒരു സമയത്ത് ഈ അർജു എന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കര റീച്ചായിട്ട് വന്നപ്പോൾ അർജുനെ ചാടി കയറി വിമർശിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ആ റീച്ചിൽ നിന്ന് ചൊല്ലണം. അങ്ങനെയുള്ള സെറ്റപ്പാണ് എല്ലാവർക്കും വേണ്ടത്.